ഇന്നലെ ജയ്ക്ക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഒരു രാജുവേട്ടനെ ഐ നോബഡിയിൽ കാണാൻ പറ്റുന്നു. പക്ഷെ രാജുവേട്ടൻ മാത്രം അത് സമ്മതിക്കുന്നില്ല. ബാക്കിയുള്ള ക്രൂസ് എല്ലാം ഇതുവരെ കാണാത്ത രാജുവേട്ടനെയാണ് പ്രതീക്ഷിച്ചുത്തിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാം. രാജേട്ടാ ഇവിടെ നേരത്തെ ഇവിടെ തന്നെ അല്ല, ഈ ചോദ്യം വളരെ നേരത്തെയാണ്. ഇപ്പോൾ അല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഓണത്തിന് രാജേട്ടൻ്റെ ഖലീഫ് ഇറങ്ങുന്നുണ്ട്, ദുൽഖറിൻ്റെ 3 വർഷത്തിന് ശേഷം അയാം ഗെയിം ഇറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നീം ചേട്ടൻ്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് ഈ ക്ലാഷ് റിലീസ് പറയുന്നത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നുണ്ട്. ഈ ക്ലാഷ് റിലീസിനെ രാജേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഭയങ്കര ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാ സിനിമകളും വന്നാട്ടെ, നിങ്ങൾ എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണണം. ഓണം സമയത്ത് ഇത് 3 ടോക്സിക് ഉണ്ട്. എല്ലാ സിനിമയും ടേക്കാണ് കേട്ടോ. നല്ല ചെലവാണെന്നറിയാം, പക്ഷെ എന്നാലും എല്ലാ സിനിമയും ടേക്കാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ മാത്രമാണ് നിങ്ങൾ കാണാൻ തീരുമാനിക്കുന്നെങ്കിൽ നിങ്ങൾ ഖലീഫ കാണണം. വാരണാസിയെ പറ്റി 22 ചോദ്യം ചോദിച്ചു. വാരണാസിയെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്? ഷൂട്ടിംഗ് നടന്നിട്ടിരിക്കും. കുംഭയെ പറ്റി എന്താണ് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാനുള്ളത്? എനിക്ക് അറിഞ്ഞ സിനിമ ഷൂട്ട് നടന്നിട്ടിരിക്കുകയാണ്. അത് ഇനിയുണ്ട്, കുറച്ചുകൂടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ. ഞാനിപ്പോ ഇത് അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷൂട്ടിങ്ങിനാണ്. നന്നായിരിക്കും. ഒഡിയനെ കുറിച്ച് നിങ്ങൾ ആ സിനിമയ്ക്കും നമ്മളിത് ചെയ്യില്ലേ? നിങ്ങൾ ഇതുപോലെ വരില്ലേ? നമ്മൾ എന്തായാലും ഒരു പ്രസ് മീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞാൽ അപ്പൊ എന്ത് പറയും? എന്നാ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകണം? അതെങ്കിലും പറഞ്ഞു. ഇതിന് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. എന്നാ ഹാരിസൺ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നു? ഹാരിസ് പറയും ഇവിടെ ഇല്ല, സോറി. പ്രീ പ്രൊഡക്ഷൻ നടക്കണം. ഇപ്പൊ ഒരു രാഹുലും ടീമും പ്രീ പ്രൊഡക്ഷൻ. താങ്ക് യു സോ മച്ച്. Thank you everybody. Thanks for coming. Thank you.